ഓപ്പറേഷൻ തൂഫാൻ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു മാസം കൊണ്ട് 50 കോടിയിലധികം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടാനായെന്നും രമേശ് ചെന്നിത്തല കുളത്തിക്കാട്ട് പറഞ്ഞു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിന്മകളെ ത്യജിക്കുകയും നന്മയുടെ പാതയിലൂടെ പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരം. ആ ആധാരത്തിൽ നിന്നുകൊണ്ട്, ആ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യന് നന്മയുണ്ടാകുന്നത്, സമൂഹത്തിൽ പുരോഗതി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തവണ ഒരു വലിയ പരിപാടി ആവിഷ്കരിച്ചത്. സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്നെ ഈ കാര്യത്തിൽ എന്നോടൊപ്പം ചേർത്ത് നിന്ന് എനിക്ക് പിന്തുണ നൽകുന്ന നമ്മുടെ അമ്മമാര്, സഹോദരിമാരാണ്. കാരണം അവരാണ് കുട്ടികളെ വളർത്തുകയും കുട്ടികളുടെ വളർച്ചയും നോക്കുകയും കാണുകയും ചേർത്ത് നിൽക്കുകയും ചെയ്യുന്നു. എത്രയോ അമ്മമാരാണ് എനിക്ക് ഫോണിലൂടെ സാരി പരിപാടി ആരംഭിച്ച് ഏറ്റവും നന്നായി. ഇത് നമ്മുടെ കുട്ടികളെയും പുതിയ ചെറുപ്പക്കാരെയും വഴിതെറ്റിപ്പോകുന്നതിനുള്ള തടയലാണ്. കാരണം അമ്മമാർ നിൽക്കൊണ്ടിരിക്കാൻ കുട്ടികൾ സ്കൂളിൽ പോയാൽ, കോളേജിൽ പോയാൽ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ കാത്തിരിക്കുന്ന അമ്മമാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പം കുട്ടികളെ നേരായ മാർഗത്തിലൂടെ നയിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിറങ്ങണ്ടേ? പോലീസ് മാത്രം വിചാരിച്ചാൽ മതിയാകുമോ? പോലീസ് അവരുടെ കഴിവുകൾ പരിപൂർണമായി നിയോഗിക്കുന്നുണ്ട്. എവിടെല്ലാമാണ് ഇത് ഉള്ളത് എന്ന് നമ്മൾ കൂടി പോലീസിനെ അറിയിക്കാൻ തയ്യാറാകണ്ടേ? കാരണം നമ്മുടെ കുട്ടികൾ വഴിതെറ്റാൻ പാടില്ല. കുട്ടികൾ നിങ്ങൾക്ക് അടിമകളായി പോയാൽ പിന്നെ തിരിച്ചു വരില്ല. ഒരിക്കൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ പിന്നീട് അതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പം നമ്മൾ അതുകൊണ്ട് എല്ലാ സ്കൂളിലും കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞയിപ്പിക്കുക. കേരളത്തിൽ മൊത്തം 17,000-ഓളം സ്കൂളുകളുണ്ട്. അവിടെ എല്ലാവർക്കും പ്രതിജ്ഞയിപ്പിക്കുന്നു. ജീവിതത്തിൽ ലഹരി ഒരിക്കലും ഉപയോഗിക്കില്ല എന്നവരെ കൊണ്ട് നമ്മൾ സത്യം ചെയ്യിക്കുന്നു. ലഹരി മാഫിയയെ പൂർണ്ണമായി പോലീസ് അടിച്ചമർത്തുന്നു. പോലീസ് അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തുന്നു. കാപ്പാ നിയമം പ്രയോഗിക്കുന്നത് വളരെ ശക്തമായി മുന്നോട്ട് പോകാനാണ് ആഭ്യന്തരമന്ത്രി എന്നതിൽ ഞാൻ നിർദ്ദേശം കൊടുക്കുന്നത്. കുട്ടികളെ ചതിക്കുഴിയിലാക്കാൻ നടക്കുന്ന സംഘങ്ങളെ ഒന്നൊന്നായി വലയിലാക്കുകയാണ്. ഒരു മാസം കൊണ്ട് 50 കോടി രൂപയിലേറെ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടാനായത്. കുട്ടികളെ നേരായ മാർഗത്തിൽ സഞ്ചരിപ്പിക്കുക എന്നത് എല്ലാവരും സ്വന്തം കർത്തവ്യമായി തന്നെ ഏറ്റെടുക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കുളത്തിക്കാട് യെരുശലേം മർത്തോമ ഇടവകയിലെ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CDNet ന്യൂസ്, കായംകുളം.